നമസ്കാരം. പ്രധാന വാർത്തകൾ. എടപ്പറ്റ പാതിരിക്കോട് സ്വദേശിനി ആത്മഹത്യ ചെയ്ത സംഭവം ദുരൂഹതയെന്ന ബന്ധുക്കൾ. ജനുവരി 5-നാണ് റിംഷാനയെ താമസിക്കുന്ന പെരിന്തൽമണ്ണ വാടക ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനങ്ങൾ വാഗ്ദാനം ചെയ്ത തട്ടിപ്പ്. തൊടുപുഴ സ്വദേശി അനന്തോകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിനിരയായവർ മണ്ണാർക്കാടും ശ്രീകൃഷ്ണപുരത്തും. മണ്ണാർക്കാട് നിന്നും 4-ഉം ശ്രീകൃഷ്ണപുരത്തു നിന്നും 6-ഉം പരാതികളാണ് ലഭിച്ചത്. പാലക്കാട് ജില്ലാ കളക്ടറായി ജി പ്രിയങ്ക ചുമതലയേറ്റു. വിനോദസഞ്ചാര മേഖലകളിൽ ജില്ലയുടെ വളർച്ചയ്ക്കൊപ്പം പ്രവർത്തിക്കാൻ താൽപര്യപ്പെടുന്നതായി ജില്ലാ കളക്ടർ. പാലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവത്തിന് കൊടിയേറി. ഫെബ്രുവരി 11-നാണ് മഹാരഥോത്സവം. ഒറ്റപ്പാലത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ സംഭവം 55-കാരൻ അറസ്റ്റിൽ. പനമണ്ണ സ്വദേശി ഷാജിയാണ് അറസ്റ്റിലായത്. മണ്ണാർക്കാട് നഗരസഭയിൽ സ്ഥലവും വീടും ഇല്ലാത്ത അതിദരിദ്രർക്ക് സ്ഥലം വാങ്ങാൻ 2,70,000 രൂപ വീതം അനുവദിക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ഇത്തരമൊരു പദ്ധതി നഗരസഭയെ അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കൗൺസിൽ യോഗത്തിൽ രൂക്ഷമായ വിമർശനം. വിശദമായ വാർത്തകളിലേക്ക്. എടപ്പറ്റ പാതിരിക്കോട് സ്വദേശിനി മേലേതിൽ റിംഷാനയുടെ മരണത്തിൽ ദുരൂഹതയെന്ന ബന്ധുക്കൾ. ഭർത്താവുമൊത്ത് പെരിന്തൽമണ്ണയിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നതിനിടെ കഴിഞ്ഞ ജനുവരി 5-നാണ് റിംഷാനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് പിന്നിലെ ദുരൂഹത അന്വേഷിക്കണമെന്നും കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും ബന്ധുക്കൾ പെരിന്തൽമണ്ണയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ആ കുഞ്ഞു മക്കൾ നേരെ മായിരിയായ ചോദിച്ചു, എൻ്റെ ഉമ്മച്ചെടുത്തു കരഞ്ഞു. ഒറ്റ രണ്ടും ഉറങ്ങൂല. അപ്പം എന്താ അപ്പുറം എന്താ കുട്ടികളെ കടത്തിക്കൊണ്ട് അതൊരു മുലടിയില്ലാത്ത കുട്ടിയാണ്. അതിനെ മാറോട് ചേർത്തിട്ട് അതിനെ കടത്തലോള്. അങ്ങനെ ആയിട്ടന്നെ രണ്ടെണ്ണത്തിൽ ആ കുട്ടികൾ നേരെ മൂന്തിയായ ചോദിച്ചു, എൻ്റെ ഉമ്മച്ചെടുത്തു, എൻ്റെ ഉമ്മച്ചി. ഞാൻ എന്ത് പറയറ്റനോടെന്ന്. ഭർത്താവുമൊത്ത് വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന റിംഷാന തൂങ്ങി മരിച്ചെന്ന വിവരം അയൽപക്കക്കാരാണ് റിംഷാനയുടെ കുടുംബത്തെ അറിയിക്കുന്നത്. കഴിഞ്ഞ ജനുവരി 5-നായിരുന്നു അത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് റിംഷാനയുടെ പിതാവ് അഷ്റഫ്, മാതാവ് സുഹറ, സഹോദരൻ റിയാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനുവരി 5 എൻ്റെ കുട്ടി മരിച്ചു എന്ന് എന്നോട് പറഞ്ഞില്ല അയൽവാസികൾ. സൂറത്താത്ത ഞങ്ങൾ മണ്ടി വരിയെന്ന്. എന്താ റിൻഷുവിന് പറ്റിക്കണങ്ങൾ മണ്ടി വരി. ഞാൻ മൗലാനി ചെന്ന് കണ്ടപ്പോൾ എൻ്റെ കുട്ടിനെ കണ്ടപ്പോൾ മുടിയും തലയൊക്കെ ഇങ്ങനെ വെതറി. രാവിലെ കെട്ടിയച്ചല്ലേ മുടിയും തലയൊക്കെ വെതറിയിട്ട്. പിന്നെ ഇവിടെ അടിച്ചിട്ട് നീല കളർ, ഇവിടെ അടിച്ചിട്ട് നീല കളർ, ഇവിടെ അടിച്ചിട്ട് ഇവിടെ ഒരു പൊട്ട്, ഇതാ ഇവിടെ ഒരു പൊട്ട്. അപ്പോൾ ഇത് ഫോണിൽ ഇതിൽ കാണിങ്ങൾ. പിന്നെ കയറ് ഇവിടെ കിടക്കുന്നത്, തൂങ്ങിയ കയറ് എല്ലാവരും കിടക്കുന്നത് ഇവിടെ ഞാൻ കണ്ടുകൊണ്ട് തൂങ്ങിയാലേ. ഇതാ ഇവിടെ ആ കുട്ടിയുടെ കയറ് കിടക്കുന്നത്. അപ്പോൾ ഓൻ എന്താ എൻ്റെ കുട്ടിനെ കാട്ടിക്കണമെന്ന് ഇല്ലത് ഇച്ചറിയണം. എൻ്റെ കുട്ടിനെ എന്താ വെച്ചാൽ നീതി എന്തിനാ കിട്ടണം, എൻ്റെ കുട്ടിനെ എന്താ കാട്ടിക്കണമെന്ന് വെച്ചത് അറിയണം. ഞാൻ 18 വയസ്സായി വളർത്തിയുണ്ടാക്കിയ മകളാണ്. 25 മാസത്തിൻ്റെ പണ്ടം കൊടുത്ത് കെട്ടിച്ചതാണ്. 9 വർഷം മുമ്പാണ് റിംഷാനയുടെ വിവാഹം നടന്നത്. വാടക ക്വാർട്ടേഴ്സിലായിരുന്നു ഭർത്താവുമൊത്ത് താമസം. 3 വർഷം മുമ്പ് വിവാഹബന്ധം വേർപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ വ്യാപാര സ്ഥാപനത്തിൽ താൽക്കാലിക ജോലിയെടുത്താണ് ഭർത്താവുമൊത്ത് മകൾ കഴിഞ്ഞിരുന്നതെന്നും ക്വാർട്ടേഴ്സിൽ താമസമാക്കിയ ശേഷവും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും റിംഷാനയുടെ മാതാവ് പറഞ്ഞു. ഓളും വരുമ്പോഴത്തേന് 6 മണിക്ക് വരുമ്പോഴത്തേന് കടയിൽ നിന്ന് 6 മണിക്ക് വരുമ്പോഴത്തേന് ഓൻ പോകും. പോയിട്ട് ഓൻ വരവിൽ 10 മണിക്ക് കുടിച്ച് കൂത്താടിയും കൊണ്ടാ വരിക. എന്നിട്ട് ഈ കുട്ടിനെ നല്ലോണം മർദ്ദിച്ചു. ഈ കുഞ്ഞി പൈതലിനെ നല്ലോണം മധുരിച്ചിൻ്റെ കുട്ടിയുടെ ചെല്ലിയാണ്. ഒരു തടിയില്ലാത്തൊരു കുട്ടിയാണ് എൻ്റെ കുട്ടി. ഇത് അധ്വാനിച്ച് കൊടുന്ന് തിന്നാൻ കൊടുത്തിട്ട് എന്നിട്ട് എൻ്റെ കുട്ടീനെ കള്ളു കുടിച്ച് വന്ന് പിന്നെ നല്ലോണം ദ്രോഹിച്ചു ഓന്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഓൻ ഇനി ആയിക്കോട്ടെ, ഞാൻ ഇനി 30-ാം തീയതി കഴിഞ്ഞാൽ ഈ ജനുവരി 30-ാം തീയതി കഴിഞ്ഞാൽ ഞാൻ പോരുകയാണ് അവിടുന്ന്. ഞാൻ ഈ കുട്ടികളായിട്ട് പോരുകയാണ്. കുട്ടികളെ പരീക്ഷ സ്കൂളും മുടക്കണ്ട. അത് കണ്ടിട്ടാണ് ഞാൻ ഈ വേദന സഹിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പോരുകനുമ്മാന്ന് പറഞ്ഞു ഓനിനോട്. 7-ഉം 5-ഉം വയസ്സുള്ള 2 പെൺകുട്ടികളുണ്ട് ഇവർക്ക്. വലിയ തോതിൽ ശാരീരിക പീഡനങ്ങൾ ഏറ്റിരുന്നതായി മകൾ വീട്ടിൽ അറിയിച്ചിരുന്നതായും മാതാവ് പറഞ്ഞു. റിംഷാന ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ എല്ലാം വ്യക്തമാകുമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സഹോദരൻ റിയാസ് ആവശ്യപ്പെട്ടു. ഓലിത് തുടക്കത്തില് ആത്മഹത്യ എന്നാ ഓല് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നടക്കുന്നതിന് മുന്നേ തന്നെ ആത്മഹത്യ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാ ഇപ്പോൾ നടക്കുക? അത് നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ഓല് പറയണത് ആത്മഹത്യ എന്നാണ്.
നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടിയും കിട്ടിയിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ മുന്നേ ഒരു പറയൽ തുടങ്ങിയിരുന്നു ആത്മഹത്യ ആയിരിക്കും, ആത്മഹത്യയാണ്. മറ്റേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ ഓലെ നിഗമനം വെച്ച് പറഞ്ഞിരുന്നത് ആത്മഹത്യ ആണെന്നാണ് ഓല് പറയണതെന്നാണ്. അപ്പോൾ അത്രയും ഓല് അങ്ങനെ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അത്രയും കളികൾ കളിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നമുക്കിതിലൊരു നീതി കിട്ടണം, അത് എന്ത് വന്നിട്ടായാലും വേണ്ടില്ല. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് റിംഷാനയുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മകളുടേത് സ്വാഭാവിക മരണമല്ലെന്നും നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നും റിംഷാനയുടെ കുടുംബം വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പകുതി വിലയ്ക്ക് സ്കൂട്ടർ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ എന്നിവ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്. ശ്രീകൃഷ്ണപുരത്തും 6ഓളം പരാതികൾ ലഭിച്ചതായി പോലീസ്. കോടികളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നതോടെയാണ് കബളിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കി പണം നഷ്ടപ്പെട്ടവർ പരാതി നൽകിയത്. സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നായി CSR ഫണ്ടിന്റെ പേരിൽ നടന്ന തട്ടിപ്പ് പുറത്തു വന്നതോടെയാണ് കൂടുതൽ പേർ പരാതിയുമായി രംഗത്തു വന്നത്. ശ്രീകൃഷ്ണപുരം പോലീസിൽ 6ഓളം പരാതികളാണ് ബുധനാഴ്ച ലഭിച്ചത്. മകൾക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും വാങ്ങുന്നതിനായി 70,000 രൂപ അടച്ച് വഞ്ചിക്കപ്പെട്ടതായി എലുമ്പലാശ്ശേരി സ്വദേശി ശശികുമാർ പറയുന്നു. 2024 ജൂലൈ 21 താൻ 70,000 രൂപ കമ്പനി പറഞ്ഞ അക്കൗണ്ടിലേക്ക് അടച്ചതെന്ന് ശശികുമാർ പറയുന്നു. 6 മാസത്തിനുള്ളിൽ സ്കൂട്ടിയും തയ്യൽ മെഷീനും കൈമാറുമെന്നാണ് അപ്പോൾ പറഞ്ഞിരുന്നതെന്നും ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നതോടെയാണ് തട്ടിപ്പ് മനസ്സിലാക്കി പരാതി നൽകിയതെന്നും ശശികുമാർ പറഞ്ഞു. പകുതി ഇതില് സ്കൂട്ടി, ലാപ്ടോപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുമെന്ന് അറിഞ്ഞിട്ട് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്കൂട്ടിയും തയ്യൽ മെഷീനും ഏൽപ്പിച്ചിരുന്നു. 2024 ജൂലൈ മാസം 21 ഞാൻ പൈസ അടച്ചത്. സൈറ്റിലേക്ക് നേരെ അക്കൗണ്ടിലേക്ക് അടയ്ക്കുകയാണ് ഞാൻ ചെയ്തത്. എനിക്ക് 6 മാസത്തിൻ്റെ ഉള്ളിൽ സ്കൂട്ടിയും ലാപ്ടോപ്പും തരാം എന്നായിരുന്നു അവരെ ഉറപ്പുണ്ടായിരുന്നത്. ഇത്ര ദിവസമായിട്ട് എനിക്കത് ലഭിക്കാത്തതുകൊണ്ട് ഞാനത് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ പേപ്പറിലൊക്കെ ഇവരെ പറ്റിയിട്ട് പരാമർശം ഉണ്ടായിരുന്നു. മുങ്ങി ഒരുപാട് ആൾക്കാരുടെ പൈസ പോയി എന്നുള്ള പരാമർശം ഉണ്ടായിരുന്നു. അതുകൂടി കണക്കാക്കിയിട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തത്. സാധാരണക്കാരായ ആൾക്കാരുടെ പൈസയാണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ അതെന്തെങ്കിലും തിരിച്ചു കിട്ടാനുള്ള വഴി എന്തെങ്കിലും ഗവൺമെൻറ് ഭാഗത്തുനിന്നോ അധികാരികളുടെ ഭാഗത്തുനിന്നോ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ എവിടുന്നെങ്കിലും ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീകൃഷ്ണപുരം, കരിമ്പുഴ, കടമ്പഴിപ്പുറം, വെള്ളിനേഴി മേഖലകളിൽ നിരവധി സ്ത്രീകൾ ഇത്തരത്തിൽ തട്ടിപ്പിനിരയായതായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം പറഞ്ഞു. പകുതി വിലയ്ക്ക് സാധനങ്ങൾ നൽകുമെന്ന് പറഞ്ഞ് പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളെ ഉദ്ഘാടകരാക്കിയാണ് ഏജൻസികൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്നും ശക്തമായ നടപടികൾ കുറ്റക്കാർക്കെതിരെ സ്വീകരിക്കണമെന്നും സുരേഷ് തെങ്ങിൻതോട്ടം ആവശ്യപ്പെട്ടു. ഈ 50% ഡിസ്കൗണ്ടില് നമ്മുടെ ഫ്രിഡ്ജ്, അതേപോലെ തന്നെ ലാപ്ടോപ്പ്, സ്കൂട്ടർ ഇതെല്ലാം ഓഫർ ചെയ്തുകൊണ്ട് ചില സൊസൈറ്റികൾ, ചില സംഘങ്ങൾ ഇവിടെ സാധാരണക്കാരായ ആളുകളുടെ നിന്ന് പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. ആ പണപ്പിരിവ് നടത്തുകയും എന്നാൽ ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് ഏജൻസികളെ സമീപിക്കുന്ന സമയത്ത് അവർ കൈമലർത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് 2-3 ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ശ്രീകൃഷ്ണപുരം ഭാഗത്ത്, ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ, കരിമ്പുഴ പഞ്ചായത്തിലെ, വെള്ളിനേഴി പഞ്ചായത്ത്, കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ നിരവധി സാധാരണക്കാരായ ആളുകളാണ് കബളിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവർ അതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ സാധാരണക്കാരായ ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെ ജനപ്രതിനിധികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു വിശ്വാസ്യത നേടിയെടുക്കുകയും അവരെ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സ്കൂട്ടറുകളും ഫ്രിഡ്ജുകളും ലാപ്ടോപ്പുകളും വിതരണം ചെയ്ത് അവരെ ഉദ്ഘാടകരെ ആക്കിക്കൊണ്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിശ്വാസ്യത നേടി സാധാരണക്കാരായ ആളുകളിൽ നിന്ന് വലിയ തോതിലുള്ള കോടിക്കണക്കിന് രൂപ ഇവിടുന്ന് സ്വരൂപിക്കുകയും എന്നാൽ ഇപ്പോൾ ആ സാധനങ്ങൾ മാസങ്ങളായി വിതരണം ചെയ്യാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളെ സമീപിച്ചപ്പോൾ ഞങ്ങൾ അത് രേഖാമൂലം തിരുവാടൂർ സ്റ്റേഷനും ബന്ധപ്പെട്ട സ്റ്റേഷനുകളും പരാതി നൽകാൻ പറയുണ്ടായി. ഇന്ന് തന്നെ തിരുവാടൂർ സ്റ്റേഷനിലെ ഏതാണ്ട് 10ഓളം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. CIയുമായി ബന്ധപ്പെട്ടപ്പോൾ എല്ലാ പരാതികളും നമുക്ക് മൊത്തത്തിൽ എടുത്തുകൊണ്ട് FIR ഇടാമെന്നും ശക്തമായ അന്വേഷണം നടത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലെ ഏറ്റവും സങ്കടകരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ കബളിപ്പിക്കപ്പെട്ട ഭൂരിഭാഗം ആളുകളും
സാധാരണക്കാരിൽ സാധാരണക്കാരായ സ്ത്രീകളാണ് എന്നുള്ളതാണ്. അവർ താലിമാല പണയം വെച്ചിട്ടും കുറിയിൽ ചേർന്ന പൈസ എടുത്തിട്ടും ഒക്കെയാണ് ഈ ഏജൻസികൾക്ക് പണം നൽകിയിട്ടുള്ളത്. ഈ പൈസക്ക് പുറമെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ 1000-വും 2000-വും അഡീഷണൽ ആയിട്ട് മേടിച്ചിട്ടുണ്ട്. എന്നാലും ഈ ആളുകളെല്ലാം ബന്ധപ്പെടുമ്പോൾ അവരുടെ പല ആളുകളുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തിരുന്ന നിലയിലാണ്. അപ്പോൾ ശക്തമായ അന്വേഷണം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും പോലീസ് അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. അല്ലാത്ത പക്ഷം ഈ ആളുകളെല്ലാം ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് അവർക്ക് നീതി ലഭിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ യാതൊരു തർക്കവുമില്ല. പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനങ്ങൾ, തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയവ വാഗ്ദാനം ചെയ്ത് തൊടുപുഴ സ്വദേശി അനന്തകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന് ഇരയായവർ മണ്ണാർക്കാടും. ബുധനാഴ്ച 4 പരാതികൾ മണ്ണാർക്കാട് പോലീസിന് ലഭിച്ചു. മണ്ണാർക്കാടും പരിസരത്തുമായി നിരവധി പേരാണ് തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. ഇരുചക്രവാഹനങ്ങളും മറ്റു രജിസ്റ്റർ ചെയ്യാനുമായി മണ്ണാർക്കാട് നടമാളിക റോഡിൽ ഓഫീസും പ്രവർത്തിച്ചിരുന്നു. സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന സ്ഥാപനത്തിന്റെ പേരിലാണ് തട്ടിപ്പ് നടത്തിയത്. 2 കൊല്ലത്തിലേറെ വിവിധ ഏജൻസികൾ മുഖേനയും സൊസൈറ്റികൾ മുഖേനയും ആളുകളെ ചേർത്തിരുന്നു. സ്കൂട്ടർ, മൊബൈൽ ഫോണുകൾ, വാട്ടർ ടാങ്ക്, ഗൃഹോപകരണങ്ങൾ, ലാപ്ടോപ്പ് തുടങ്ങിയവയ്ക്കായി 50% തുക അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് അയച്ച് കാത്തിരിക്കുന്നവർ ഏറെയുണ്ട്. പലരും പരാതി പറയാൻ മടിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ വരുമെന്നാണ് കരുതുന്നതെന്ന് മണ്ണാർക്കാട് പോലീസ് അറിയിച്ചു. ജി പ്രിയങ്ക പാലക്കാട് ജില്ലാ കളക്ടറായി ചുമതലയേറ്റു. കർണാടക സ്വദേശിയാണ്. 2017 IAS ഉദ്യോഗസ്ഥയാണ്. സാമൂഹ്യനീതി വകുപ്പ് വനിതാ ശിശു വികസന ഡയറക്ടർ, കോഴിക്കോട് സബ് കളക്ടർ എന്നീ ചുമതലകൾ നിർവഹിച്ചിട്ടുണ്ട്. കാർഷിക, വ്യവസായ, വിനോദസഞ്ചാര മേഖലകളിൽ ജില്ലയുടെ വളർച്ചയ്ക്കൊപ്പം പ്രവർത്തിക്കാൻ താൽപ്പര്യപ്പെടുന്നതായി ജില്ലാ കളക്ടർ പറഞ്ഞു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബിരുദത്തിന് ശേഷം പബ്ലിക് മാനേജ്മെന്റിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലും ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. പാലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തൃക്കൊടിയേറ്റിയത്. ഫെബ്രുവരി 11-നാണ് മഹാരഥോത്സവം. വള്ളുവനാട്ടിലെ തൈപ്പൂയ രഥോത്സവങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവം. മകരമാസത്തിലെ അശ്വതി നാളിൽ കൊടിയേറ്റിയതോടെ പാലൂർ കളരിയിൽ ഇനി ഉത്സവാഘോഷങ്ങളുടെ ദിനങ്ങളാണ്. ചൊവ്വാഴ്ച വൈകിട്ട് വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തൃക്കൊടിയേറ്റിയത്. നിരവധി ഭക്തർ കൊടിയേറ്റൽ ചടങ്ങിൽ പങ്കുകൊണ്ടു. പാലൂരപ്പൻ്റെ പാലൂർ തൈപ്പൂയ രഥോത്സവത്തിന് തൃക്കൊടിയേറ്റ് നടന്നിരിക്കുകയാണ്. ഇനി 8 നാളുകളും പാലൂരിൻ്റെ ഉത്സവ നാളുകളാണ്. രാവ് പകല് വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളും പങ്കെടുക്കുവാൻ എത്തിച്ചേരണമെന്നാണ് ഞങ്ങളെ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുന്നത്. തൈപ്പൂയ രഥോത്സവത്തോടനുബന്ധിച്ച് വർഷത്തിൽ ഒരു ദിവസം മാത്രം നടക്കുന്ന ഒരു കുടം പാലും പഴവും എന്നുള്ള വിശേഷ വഴിപാട് 11-ാം തീയതി ചൊവ്വാഴ്ച കാലത്ത് 3 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് നടക്കുന്നത്. വിശേഷ വഴിപാടാണ്. എല്ലാ ഭക്തജനങ്ങളും പാലൂരപ്പൻ്റെ പൊങ്കാലയായി സമർപ്പിക്കാൻ എല്ലാ അബാലവൃദ്ധ ജനങ്ങളെയും, എല്ലാ ഭക്തജനങ്ങളെയും, എല്ലാ നാട്ടുകാരെയും
ഭഗവാന്റെ നാമധേയത്തിൽ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ പാലൂരപ്പൻ്റെ ഉത്സവനാളുകൾ. എല്ലാവർക്കും ആശംസകളും അർപ്പിക്കുന്നു. തുടർന്ന് പാലൂർ ആറ്റുപുറത്തുമന ശ്രീവിദ്യയുടെ കണ്ണകി ഭരതനാട്യം അരങ്ങേറി. തൈപ്പൂയ മഹാരഥോത്സവം പൂർണ്ണമായും ആചാരാനുഷ്ഠാനങ്ങളുടെ ചിട്ടയിലും ഒപ്പം ആഘോഷവുമായാണ് കൊണ്ടാടപ്പെടുന്നത്. രഥോത്സവത്തിന്റെ ഭാഗമായി 8 ദിവസങ്ങളിലെ തിരുനാൾ ഉത്സവത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കും. ഫെബ്രുവരി 9 പകൽ 3 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. ഫെബ്രുവരി 11 തൈപ്പൂയം നാളിലാണ് മഹാരഥോത്സവം. വൈകിട്ട് ഗജവീരന്മാരുടെ അകമ്പടിയോടെ ശ്രീമുരുകന്റെ മഹാരഥം എഴുന്നള്ളിക്കും. വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളും ഉത്സവ കാഴ്ചകൾ സമ്മാനിക്കും. ഇതേ സമയത്ത് തന്നെ ദണ്ഡയുദ്ധപാണി വേദിയിൽ അവതരിപ്പിക്കുന്ന നൃത്തശില്പം ഉത്സവപ്രേമികൾക്ക് കലാവിരുന്നൊരുക്കും. രാത്രി 8:30 മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, ശ്രീകാന്ത്, ശ്രീരാജ് എന്നിവരുടെ ട്രിപ്പിൾ തായമ്പകയും 11 മണിക്ക് ശ്രീകൃഷ്ണഭാരതം ബാലയും അരങ്ങേറും. പുലർച്ചെ ഇടക്ക പ്രദക്ഷിണം കഴിഞ്ഞ് കാവടിയാട്ടത്തോടെ ഉത്സവം സമാപിക്കും. മതസൗഹാർദ്ദത്തിന്റെ മഹോത്സവം കൂടിയാണ് പാലൂർ തൈപ്പൂയ രഥോത്സവം. പാലൂർ കളരിയും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും സർവമത തീർത്ഥാടന കേന്ദ്രമായും അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നാനാദിക്കുകളിൽ നിന്നും ആളുകളെത്തി ദർശന സായുജ്യം നേടി മടങ്ങുന്നു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാട് നഗരസഭയിൽ സ്ഥലവും വീടുമില്ലാത്ത അതിദരിദ്രർക്ക് സ്ഥലം വാങ്ങാൻ 2,70,000 രൂപ വീതം അനുവദിക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ഇത്തരമൊരു പദ്ധതി നഗരസഭയെ അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കൗൺസിൽ യോഗത്തിൽ രൂക്ഷമായ വിമർശനവും ഉയർന്നു. നഗരസഭയിൽ അതിദരിദ്രരായ 39 പേരിൽ 14 പേർ ഏകംഗ കുടുംബം ആയതിനാൽ അവർക്ക് വീടും സ്ഥലവും അനുവദിക്കാൻ കഴിയില്ല. ഇവർ നിലവിൽ താമസിക്കുന്ന ബന്ധുവീടുകളിൽ സുരക്ഷിതരാണെങ്കിൽ അവിടെ തന്നെ താമസിപ്പിക്കാനും അല്ലാത്തവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയുമാണ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള ഗുണഭോക്താക്കളുടെ അടിയന്തര യോഗം വിളിച്ച് സ്ഥലം വാങ്ങുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ കൗൺസിലിൽ നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. അതേസമയം ഇത്തരമൊരു പദ്ധതിയെക്കുറിച്ച് നഗരസഭാ അധ്യക്ഷനെയും കൗൺസിലിനെയും അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് അധ്യക്ഷൻ യോഗത്തിൽ പറഞ്ഞു. മന്ത്രി പങ്കെടുത്ത കരുതലും കൈത്താങ്ങും പദ്ധതിയിൽ അതിദരിദ്രർക്ക് സ്ഥലവും വീടും അനുവദിക്കുന്നത് സംബന്ധിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാനാവാതെ വന്നെന്നും അധ്യക്ഷൻ പറഞ്ഞു. ഇതിന്റെ കാര്യത്തിൽ നമ്മള് വഷളായി, ഈ ഭരണസമിതി മൊത്തം വഷളായി. ഈ ബന്ധപ്പെട്ട ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാര് യഥാസമയങ്ങളിൽ പല മീറ്റിങ്ങുകളിലും ചിലപ്പോൾ കിലയിൽ നടക്കും, ചിലപ്പോൾ പാലക്കാട് നടക്കും. ഇതൊക്കെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അമൃതത്തിന്റെ കാര്യങ്ങൾ നടക്കണം. അവർ ഈ മീറ്റിങ്ങിന് പോണത് അറിയിക്കേണ്ടതല്ലേ? അബൂബക്കറാണ് അതിൽ പങ്കെടുത്തത്. ഈ വിവരം നമ്മൾ അറിയിച്ചിട്ടില്ല. നമ്മൾ ഒറ്റ കൗൺസിലിൽ ചർച്ച ചെയ്തിട്ടില്ലല്ലോ ഈ അജണ്ട. ചർച്ച ചെയ്തിരിക്കാൻ കാരണം നമ്മൾ അറിയാത്തതുകൊണ്ടാണ്. വലിയ കൃത്യവിലോപമാണ് കാണിച്ചിട്ടുള്ളത്. അതൊന്നും നടപടിയെടുക്കാൻ നിങ്ങളത് പിന്നെ കൗൺസിൽ പറയാതെ മൂടി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അബൂബക്കർ അയാളാണെന്ന് പോയിരിക്കുന്നത്, അയാൾക്കായിരുന്നു ചാർജ്. മണ്ണാർക്കാട് നഗരസഭയിൽ 200 പേർക്ക് ശുചിമുറി നിർമ്മിക്കാൻ ധനസഹായം നൽകാൻ തീരുമാനമായി. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ 98 ലക്ഷം രൂപ ചെലവിലും മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ 25 ലക്ഷം രൂപ ചെലവിലും മലിനജല ശുദ്ധീകരണ പ്ലാന്റ് BOT അടിസ്ഥാനത്തിൽ നിർമ്മിക്കാനും തീരുമാനിച്ചു. നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു.
വല്ലപ്പുഴയിൽ ഫുട്ബോൾ ഗാലറി തകർന്നുണ്ടായി അപകടം. സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു. ഉൾക്കൊള്ളാവുന്നതിലും അധികം പേർ കളി കാണാൻ എത്തിയോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 60-ലധികം പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. എന്നാൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഗാലറി പൊളിഞ്ഞിട്ടോ. ഗാലറി പൊളിഞ്ഞിട്ടോ. വല്ലപ്പുഴ കനിവ് സാംസ്കാരിക വേദി സംഘടിപ്പിച്ച അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിൽ ലിൻഷ മണ്ണാർക്കാടും ഇസ ഗ്രൂപ്പ് ചെർപ്പളശ്ശേരിയും തമ്മിലുള്ള മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കെ രാത്രി 10:30-യോടെയാണ് ഗോൾ പോസ്റ്റിനോട് ചേർന്ന കിഴക്കുഭാഗത്തെ താൽക്കാലിക ഗാലറി തകർന്നത്. ഉടൻ തന്നെ സംഘാടകരും പോലീസും കളി കാണാനെത്തിയവരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയത് അപകടത്തിന്റെ ആഴം കുറച്ചു. 60-ലധികം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. ഇതിൽ 2 പേർക്ക് എല്ലിന് പൊട്ടലുണ്ടെങ്കിലും മറ്റാരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റവർ വല്ലപ്പുഴയിലെയും പട്ടാമ്പിയിലെയും വാണിയംകുളത്തെയും ചെർപ്പളശ്ശേരിയിലെയും ആശുപത്രികളിലായി ചികിത്സ തേടി. ഫൈനലായതിനാൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ കളി കാണാൻ എത്തിയിരുന്നു. ഇതാണ് ഗാലറിയുടെ ഒരു ഭാഗം തകർന്നു വീഴാൻ ഇടയാക്കിയത്. ഗാലറിയുടെ ഒരു ഭാഗം പൊട്ടിയപ്പോൾ തന്നെ കുറെ പേർ ചാടി രക്ഷപ്പെട്ടു. സ്റ്റേഡിയം നിർമ്മിച്ചത് PWD ബിൽഡിംഗ് വിഭാഗത്തിന്റെ അനുമതിയോടെയാണ്. സംഭവത്തിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു. മതിയായ സുരക്ഷ ഒരുക്കാതെ അപകടകരമായ രീതിയിൽ മത്സരം സംഘടിപ്പിച്ചതിനാണ് കേസെടുത്തിട്ടുള്ളതെന്ന് പട്ടാമ്പി CI പത്മരാജൻ പറഞ്ഞു. കണക്കിൽ കൂടുതൽ ആളുകൾ എത്തിയോ എന്ന കാര്യം പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. ഒറ്റപ്പാലത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്ന കേസിൽ 55-കാരൻ അറസ്റ്റിൽ. പനമണ്ണ സൗത്ത് പീച്ചാങ്കേരിയിൽ ഷാജിയാണ് പോക്സോ കേസിൽ പിടിയിലായത്. 17-കാരിയുടെ പരാതിയിലാണ് നടപടി. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ഒറ്റപ്പാലം നഗരസഭയിൽ പനമണ്ണ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ സ്ഥാപിക്കുന്ന ഓർഗാനിക് വേസ്റ്റ് കൺവെർട്ടർ യൂണിറ്റിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഉപയോഗരീതിയെക്കുറിച്ചും വിശദീകരിക്കുന്നതിനായി യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി യോഗം ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായാണ് അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് പനമണ്ണ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ ഓർഗാനിക് വേസ്റ്റ് കോൺവെർട്ടർ യൂണിറ്റ് സ്ഥാപിക്കുന്നത്. നഗരസഭ ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ വേസ്റ്റ് കോൺവെർട്ടർ ഉപയോഗിച്ച് വളമാക്കി മാറ്റുന്നതാണ് പ്രക്രിയ. ചെറിയ ഫീസ് ഈടാക്കിയാണ് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. മാലിന്യം വളമാക്കി മാറ്റിയ ശേഷം നഗരസഭയുടെ നേതൃത്വത്തിൽ വിപണനവും നടത്തും. ഓർഗാനിക് വേസ്റ്റ് കോൺവെർട്ടർ യൂണിറ്റിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും ഉപയോഗരീതിയെക്കുറിച്ചും വിശദീകരിക്കുന്നതിനായി നഗരസഭ കോൺഫറൻസ് ഹാളിൽ പ്രത്യേക യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി യോഗം ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 30-ന് മാലിന്യമുക്ത കേരളവുമായിട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ്. ഇതിന് മുന്നോടിയായി ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതിൽ നമ്മൾ ചെയ്യേണ്ട ഒട്ടേറെ പ്രവർത്തികളുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി കൂടിയിട്ടുള്ള ഈ യോഗം. അതായത് ജൈവമാലിന്യം സംസ്കരിക്കുക. ജൈവമാലിന്യവും അജൈവ മാലിന്യവും നമ്മളൊരു കവറിലാക്കി കെട്ടി നമ്മുടെ ആ കടയുടെ സ്ഥാപനത്തിൻ്റെയോ പുറത്ത് വയ്ക്കുമായിരുന്നു. ദിവസം നമ്മുടെ നഗരസഭയിൽ നിന്ന് ആളുകൾ കൊണ്ടുപോകുമായിരുന്നു. ആദ്യം മാലിന്യം എടുക്കുന്ന സമയത്ത്, അതായത് 2000-ന് ശേഷം. പക്ഷെ ഇപ്പോൾ നമുക്കത് കഴിയില്ല. അങ്ങനെ കൊണ്ടേ കൂട്ടിയ മാലിന്യമാണ് നമ്മൾ കോടികൾ ചെലവഴിച്ചുകൊണ്ട് അവിടെ നിന്നും ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ നിന്നും നീക്കം ചെയ്യുന്നത്. ഹോട്ടൽ, ബേക്കറി ഉടമകൾ, ഫ്ളാറ്റ് ഉടമകൾ, KHRA പ്രതിനിധികൾ, വ്യാപാര വ്യവസായ പ്രതിനിധികൾ, ബേക്കേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. നഗരസഭാ വൈസ് ചെയർമാൻ K. രാജേഷ് അധ്യക്ഷനായി. ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷ ഫൗസിയ ഹനീഫ, നഗരസഭാ സെക്രട്ടറി AS പ്രദീപ്, വിസ്മൽ എന്നിവർ പങ്കെടുത്തു. അട്ടപ്പാടി ചുരം സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായുള്ള യമുത്തു അട്ടപ്പാടി ആർട്ട് ക്യാമ്പയിനിങ്ങിന് തുടക്കമായി. പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം ചിത്രങ്ങളായി ചുരത്തിലെ പാറകളിൽ അതിമനോഹരമായി വരച്ചിടുകയാണ് യമുത്തു അട്ടപ്പാടി പദ്ധതി. കാട്ടുതീ പ്രതിരോധ സേന, നേച്ചർ ഗാർഡ് ഇനിഷ്യേറ്റീവ്, ആസ്പിറേഷൻ ബ്ലോക്ക് തുടങ്ങിയ കൂട്ടായ്മകളിലെ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് പദ്ധതിയുടെ പിന്നിൽ. അട്ടപ്പാടി ചുരത്തിൽ നിലവിൽ 10 സ്ഥലങ്ങളാണ് ഇതിനായി കണ്ടെത്തിയിരിക്കുന്നത്. ചുരത്തിലൂടെയുള്ള യാത്രക്കാർക്ക് പ്രകൃതിയെക്കുറിച്ച് പഠിക്കാനും പ്രകൃതിയുടെ പ്രാധാന്യം പുതുതലമുറയിലേക്ക് പകരാനുമാണ്
എമത്തു അട്ടപ്പാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. കാട്ടുതീ പ്രതിരോധ സേനയുടെ പ്രസിഡന്റായ ഉണ്ണി വരദമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പദ്ധതികൾ ഈ കൂട്ടായ്മ നടത്തിയിട്ടുണ്ട്. മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനായി വനത്തിൽ ബ്രഷ് വുഡ് തടയണകൾ നിർമ്മിച്ചു. വനത്തിൽ വിത്തുണ്ട വിതറിയും ആനകളുടെ തീറ്റ കാട്ടിൽ കൃഷി ചെയ്തുമുള്ള പദ്ധതികൾ നേരത്തെ നടപ്പാക്കിയതാണ്. ഇന്നിവിടെ ഈ ചുരത്തിൽ ഇപ്പോൾ NGA ഉണ്ട്, കാട്ടുതീ ജനകീയ പ്രതിരോധ, മറ്റ് കുറേ NGOകളൊക്കെ കൂടി ചേർന്നിട്ട് ഇവിടെ സ്ഥിരമായിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വരുന്നത് പെറുക്കിയെടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചുരത്തിൽ ഈ കൊണ്ട് തള്ളുന്ന മാലിന്യങ്ങൾ കുറച്ച് ഭംഗിയാക്കി നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടാൽ ഇനി തള്ളാൻ കുറച്ചൊരു മടി കാണിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ നാച്ചുറായിട്ട് ഇത് നിർത്തിക്കൊണ്ട് തന്നെ പ്രകൃതിനെ അനുയോജ്യമായ പെയിൻറ്റുകളും കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാത്രം ഒന്ന് ആർട്ട് വർക്ക് ചെയ്യുന്നൊരു പരിപാടിയാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. മണ്ണാർക്കാട് ഫോറസ്റ്റ് റേഞ്ച് പരിധിയിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായിരിക്കുന്ന സുബീർ സാറിൻ്റെ ഐഡിയ ആണ് സത്യത്തിൽ തുടക്കം. അത് പിന്നീട് വർക്കൗട്ട് ചെയ്ത് വിവിധ ഒരുപാട് NGOകൾ മുന്നോട്ട് വരുന്നുണ്ട്. DFO നമ്മുടെ ലത്തീഫ് സാറാണെന്ന് രാവിലെ ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇതൊരു തുടക്കമാണ്. ഇനി ഈ കോളേജ് ക്യാമ്പസിലുള്ള കുട്ടികൾക്കും മറ്റ് സംഘടനകൾക്കും എല്ലാവർക്കും ഇവിടെ വന്ന് ഓരോ പാറകളെ ഏറ്റെടുത്ത് 8 പാറകളെ ഞങ്ങൾ ഇവിടെ കണ്ടിരിക്കുന്നത്. അതേപോലെ 10ാം വളവിൽ നല്ലൊരു ഇരിപ്പിടം ചെയ്യാൻ വേണ്ടിയിട്ട് പല സംഘടനകളും മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് നമ്മളാണ് ഇത് കാത്തു സൂക്ഷിക്കേണ്ടത്. നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ 100-100 ചില്ലാം ബാഗുകൾ ആണ് ഞങ്ങൾ കഴിഞ്ഞ തവണ വന്ന് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ചത്. ഇത് മുഴുവൻ പുറമേന്ന് വരുന്നത് തന്നെയാണ്. ഇവിടെ പോകുന്ന ആളുകൾ ഇവിടെ തള്ളിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ സൗന്ദര്യവൽക്കരണത്തിൽ എല്ലാവരുടെയും കൂട്ടായ സഹകരണം ഉണ്ടായാൽ ഇത് ഭംഗി മൂലം നമുക്ക് ഇവിടെ നിർത്താൻ പറ്റും. പദ്ധതിയുടെ ഉദ്ഘാടനം മണ്ണാർക്കാട് DFO C. അബ്ദുൽ ലത്തീഫ് നിർവഹിച്ചു. മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ N. സുബൈർ അധ്യക്ഷത വഹിച്ചു. തത്തമംഗലം സ്വദേശി പ്രമോദ് പള്ളിയാലാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഉണ്ണി വരദം, VP ദിനേശ്, VP അനിത, മുകുന്ദൻ നിലമ്പൂർ, OP ഷാജിദ, KV വിനോജ്, A. നൌഷാദ്, ദിനേശ് നിലമ്പൂർ, കാസിം തച്ചമ്പാറ തുടങ്ങിയവരാണ് കൂട്ടായ്മയിലുള്ളത്. മണ്ണാർക്കാട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ CM മുഹമ്മദ് അഷ്റഫ്, സുബൈർ, SFO T. ഫിറോസ് ബാബു, RRT അംഗം നിതിൻ തുടങ്ങിയവരും പങ്കാളികളായി. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് സമാൾക്ക് ആശുപത്രിക്ക് സമീപമുള്ള കുഴികൾ അപകടക്കണിയാകുന്നു. ഇരുചക്രവാഹന യാത്രക്കാരായ നിരവധി പേരാണ് അപകടത്തിൽപ്പെടുന്നത്. പാലക്കാട് കുളപ്പുള്ളി പാതയിലാണ് അപകടം പതിയിരിക്കുന്ന ഈ കുഴികളുള്ളത്. ഒറ്റപ്പാലം കണ്ണിയമ്പുറം സെമാൽക്ക് ആശുപത്രിക്ക് സമീപമാണ് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. നിരവധി ഇരുചക്രവാഹന യാത്രികരാണ് കുഴിയിൽ വീണ് വാഹനം നിയന്ത്രണം തെറ്റി വീണിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും സ്കൂട്ടർ കുഴിയിൽ വീണ് ലക്കിടി സ്വദേശിനിക്ക് കാലിന് പരിക്കേറ്റിരുന്നു. വലിയ അപകടങ്ങൾക്ക് കാരണമാകും മുൻപ് കുഴികളടച്ച് പ്രശ്നം പരിഹരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആൾ കേരള ഓട്ടോ കൺസൾട്ടന്റ് വർക്കേഴ്സ് അസോസിയേഷൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി ജോയിന്റ് RTO ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓട്ടോ കൺസൾട്ടർമാർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങൾ നിഷേധിക്കുന്നത് അവസാനിപ്പിക്കുക, ഓട്ടോ കൺസൾട്ടർമാരെ ലൈസൻസ് നൽകി അംഗീകരിക്കുക, RTO ഓഫീസുകൾ ഉച്ചയ്ക്ക് 1:15 ശേഷം അടച്ചിടുന്ന നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആൾ കേരള ഓട്ടോ കൺസൾട്ടന്റ് വർക്കേഴ്സ് അസോസിയേഷൻ CITU പട്ടാമ്പി യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി ജോയിന്റ് RTO ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ. ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന നടപടി ഒരു മോട്ടോർ വാഹന വകുപ്പിലെ ഏതെങ്കിലും ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഉച്ചക്കൃത്തുണ്ടാക്കി അവര് ഈ തലതിരിഞ്ഞ പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ അതിനാണ് വകുപ്പ് മന്ത്രി ഇടപെടണം, കേരള ക്യാബിനറ്റ് ഇടപെടണം, മുഖ്യമന്ത്രി ഇടപെടണം. ഇടപെട്ടുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ പരിഷ്കാരത്തിൽ നിന്ന് പിന്മാറണം എന്നാണ് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓട്ടോ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോ കൺസൾട്ടന്റ് യൂണിയൻ CITU ആവശ്യപ്പെടുന്നു. സുന്ദർരാജ് അധ്യക്ഷത വഹിച്ചു. RG പിള്ള, TV ഗിരീഷ്, MR ജയശങ്കർ, രാജു, KN കൃഷ്ണകുമാർ, ജോൺസൺ ജേക്കബ് എന്നിവർ സംസാരിച്ചു. മണ്ണാർക്കാട് രാമൻ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം ലൈബ്രറിയുടെ നേതൃത്വത്തിൽ
പല കേരളങ്ങൾ ഒരു സാംസ്കാരിക വായന എന്ന വിഷയത്തിൽ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. പാറപ്പുറത്ത് നടന്ന സദസ്സ് സാംസ്കാരിക പ്രവർത്തകൻ KN കുഞ്ഞഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. വെറുപ്പിന്റെ വൈറസിനെ തടയണമെങ്കിൽ സൗഹൃദത്തിന്റെ ലോകം കെട്ടിപ്പടുക്കണമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച KEN പറഞ്ഞു. ഈ കൊറോണ വൈറസ് അതിനെ പ്രത്യേകിച്ച് ആരോടും വിരോധമൊന്നുമില്ല. അത് അതിൻ്റേതായുള്ള രീതിയിലാണ്. നിപ്പ വൈറസ് അങ്ങനെയാണ്. എന്നാൽ വെറുപ്പിൻ്റെ വൈറസ് അങ്ങനെ, അത് ഏറ്റവും ബുദ്ധിയുള്ള വൈറസാണ്. അതുകൊണ്ട് തന്നെ അതിനെ നേരിടണമെങ്കിൽ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ വലിയൊരു ലോകം നമ്മൾ കെട്ടിപ്പടുത്തേ പറ്റൂ. അതിന് സഹായകമായ അന്വേഷണം, അവിടെയാണ് ഒരു ജനകീയ ഗവേഷണം നമ്മൾ നടത്തേണ്ടത്. അങ്ങനെ നടത്തുമ്പോൾ നമുക്ക് ബോധ്യമാവും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ എപ്പോഴൊക്കെ കുതിപ്പുണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ഒത്തുനിന്ന സമയമാണ്. ലൈബ്രറി പ്രസിഡന്റ് TR സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ഊർജ്ജതന്ത്രത്തിൽ PhD കരസ്ഥമാക്കിയ ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗവും ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസറുമായ ഡോക്ടർ ജംഷാദ് അലിയെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ കൗൺസിലർ P വത്സലകുമാരി ലൈബ്രറിക്ക് സമ്മാനിച്ച പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. GP രാമചന്ദ്രൻ, CP പുഷ്പാനന്ദ്, K റജീന, K മൻസൂർ, PN മോഹനൻ, VP ജയൻ, PO കേശവൻ, ബഷീർ എന്നിവർ പ്രസംഗിച്ചു. ലോക ക്യാൻസർ ദിനത്തിൽ പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിൽ ക്യാൻസർ അതിജീവിച്ചവർ സംഗമിച്ചു. ഹോസ്പിറ്റലിലെ ഓങ്കോളജി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത്. ലോക ക്യാൻസർ ദിനാചരണ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ബോധവൽക്കരണ പ്രദർശനം, സെമിനാർ, അനുഭവസാക്ഷ്യം, സൈക്കോതെറാപ്പി, മോട്ടിവേഷണൽ മത്സരങ്ങൾ, എക്സിബിഷൻ തുടങ്ങിയ പരിപാടികൾ നടന്നു. അൽഷിഫ ഫാർമസി കോളേജ് വിദ്യാർത്ഥികളാണ് ബോധവൽക്കരണ പ്രദർശനം ഒരുക്കിയത്. അതിജീവനം എന്ന പേരിൽ ക്യാൻസർ രോഗത്തിൽ നിന്നും മുക്തി നേടിയവരും അവരുടെ കുടുംബാംഗങ്ങളും സംഗമിച്ചു. കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ P ഉണ്ണീൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 15 ലക്ഷത്തോളം ക്യാൻസർ രോഗികൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 2020 ഇപ്പോൾ 20 ലക്ഷമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവരെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾക്ക് തന്നെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. അതിനുള്ള ജീവിത ശൈലി സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഈ മാരകമായ രോഗത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണം. മാരകമായ രോഗം എന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സെക്കൻഡ് ആയിരിക്കും കേട്ടോ. ഏറ്റവും വലിയ മാരക രോഗം എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് തന്നെ. ഏറ്റവും പെട്ടെന്ന് മരിക്കുക എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കുന്നുണ്ട് കിഡ്നിൻ്റെ അതിനേക്കാളും വലിയ പ്രശ്നം. ഒരു കിഡ്നി അസുഖം വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് ഡയാലിസിസ് ചെയ്തിട്ട് അയാളുടെ ആരോഗ്യവും പോവും, അയാളുടെ സമ്പത്തും പോവും, അയാളുടെ സമൂഹത്തിലുള്ളതെല്ലാം പോയി കുടുംബത്തിനെ തന്നെ ഒരു ലെവലാക്കി കൊടുക്കും. അതാണ് പക്ഷേ ക്യാൻസറിന് അത്ര തന്നെയല്ല, ക്യാൻസറിനെക്കാളും. അപ്പോൾ ഈ കിഡ്നി രോഗം വരരുതേ, സത്യം പറഞ്ഞാൽ കിഡ്നി രോഗമാണ് ഒരു മനുഷ്യനെ സാമ്പത്തികമായും സാമൂഹികമായും എല്ലാം കൊണ്ടും നശിപ്പിക്കുന്നത്. അപ്പോൾ അത്തരം രോഗങ്ങളില്ലാതെ ആരോഗ്യത്തോടു കൂടി എല്ലാവരും ആഗ്രഹിക്കുന്നത് ആരോഗ്യത്തോടു കൂടി ജീവിതമാണ്. ആരോഗ്യത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് നമുക്ക് അത് ചിന്തിക്കാനും കഴിയാനും പ്രവർത്തിക്കാനും കഴിയും. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയൻ KC അധ്യക്ഷത വഹിച്ചു. ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഫവാസ് അലി മുഖ്യപ്രഭാഷണം നടത്തി. ഓങ്കോ സർജൻ ഡോക്ടർ ജംഷീർ V, IMA പെരിന്തൽമണ്ണ ഘടകം പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് കുമാർ എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി. ഡോക്ടർ സാജു സേവിയർ, ഡോക്ടർ സൗമ്യ, ഡോക്ടർ ഷാഹുൽ ഹമീദ്, ഡോക്ടർ അബ്ദുറഹ്മാൻ, ഷേർലി ജെയിംസ് എന്നിവർ സംസാരിച്ചു. സൈക്കോതെറാപ്പി സെഷൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അശ്വതി പ്രസാദും മോട്ടിവേഷൻ ഗെയിമുകൾക്ക് മുബീന ഷെറിൻ, ചിന്നു EN, സുലേഖ എന്നിവരും നേതൃത്വം നൽകി. ലോക ക്യാൻസർ ദിനത്തിൽ പെരിന്തൽമണ്ണയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെയും ജില്ലാ ആശുപത്രിയുടെയും IMAയുടെയും ആഭിമുഖ്യത്തിലാണ് പെരിന്തൽമണ്ണയിൽ ലോക ക്യാൻസർ ദിന പരിപാടി സംഘടിപ്പിച്ചത്. ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ വാക്കത്തോണിൽ നിരവധി പേർ പങ്കെടുത്തു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുക വാക്കത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. ക്യാൻസർ ചികിത്സയ്ക്ക് വിധേയരായവർക്കും കുടുംബാംഗങ്ങൾക്കും നഴ്സിംഗ്, സൈക്കോളജി, MSW വിദ്യാർത്ഥികൾക്കും പ്രത്യേക ക്യാൻസർ രോഗ പ്രതിരോധ കൗൺസിലിംഗ് സെമിനാർ നടത്തി. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് അൻവർ കണ്ണിലീരി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ റൌഫ് കൗൺസിലിംഗ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ എന്നുള്ള പ്രയോഗം തന്നെ പലപ്പോഴും അല്ലെ കാർന്നു പിടിക്കുക,
എന്നുള്ള രീതിയിൽ ഉള്ള ഒരു രോഗത്തിൽ നിന്ന് ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ ഭാഗമായിട്ട് വളരെയധികം ചികിത്സ, ക്യാൻസറിന് ചികിത്സ ഇല്ല എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നും ഇന്ന് ക്യാൻസറിന് മുഴുവനായും ചില ക്യാൻസറുകളെങ്കിൽ നമുക്ക് പൂർണ്ണമായും മാറ്റാം എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പം സർക്കാരും എല്ലാ തലത്തിലും എല്ലാവരും ഇന്ന് ഈ ഒരു പ്രചരണത്തിലാണ് അല്ലെ. നമ്മൾ ക്യാൻസർ ബോധവൽക്കരണം എന്തിനാ നടത്തുന്നത്? നമുക്കത് ഏറ്റവും നേരത്തെ നമ്മളുടെ ശരീരത്തിലോ നമ്മളുടെ മറ്റുള്ളവരുടെ ശരീരത്തിലൊക്കെ ഉണ്ടാവുന്ന ആദ്യം തന്നെ വരുന്ന ആ ഒരു ലക്ഷണങ്ങൾ നമുക്ക് കണ്ടുപിടിച്ചാൽ ഇത് ഒരുപക്ഷെ നമുക്ക് ചില ക്യാൻസറുകളെങ്കിലും പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഓങ്കോളജി സേവന രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഡോക്ടർ ഫവാസ് അലി അൽഷിഫ ഹോസ്പിറ്റൽ, ഡോക്ടർ ഷൗഫീജ് EMS ഹോസ്പിറ്റൽ, ഡോക്ടർ രാഹുൽ ടി ശങ്കർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ എന്നിവരെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി ആദരിച്ചു. ഡോക്ടർ VU സീതി, IMA പെരിന്തൽമണ്ണ ഘടകം പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ്, PP സൈദലവി, PTS മൂസു, കുറ്റിരി മാനുപ്പ തുടങ്ങിയവർ പ്രസംഗിച്ചു. വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പിയിൽ കുടുംബശ്രീ ജില്ലാതല ഭക്ഷ്യമേളയും ഉൽപ്പന്ന പ്രദർശന വിപണനമേളയും തുടങ്ങി. മുഹമ്മദ് മൂസിൻ MLA മേള ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി നഗരസഭയുടെ സഹകരണത്തോടെയാണ് ഫെബ്രുവരി 8 വരെ ജില്ലാതല കഫേ കുടുംബശ്രീ ഭക്ഷ്യമേളയും ഉൽപ്പന്ന പ്രദർശന വിപണനമേളയും സംഘടിപ്പിച്ചിട്ടുള്ളത്. മേലെ പട്ടാമ്പി നക്ഷത്ര റീജൻസിക്ക് സമീപം നടക്കുന്ന മേള മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഇന്ത്യക്ക് പുറത്തു പോയ സമയത്ത് അഭിമാനം തോന്നിയ ഒരു നിമിഷം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഞങ്ങള് കുറച്ചുപേര് ലണ്ടനിൽ കിങ്സ് യൂണിവേഴ്സിറ്റിയിൽ കിങ്സ് കോളേജിൽ ചെന്നു. അവിടെ ഓരോരുത്തർ പരിചയപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ പല നാടുകളിൽ നിന്നുള്ള ആളുകളുണ്ട്. അതിൽ ഇന്ത്യക്കാരായിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. അവരോരോരുത്തരും പരിചയപ്പെടുത്തി. ഞാനങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ഇന്ത്യയിൽ നിന്നാണ്, ഇന്ത്യയിലെ കേരളത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഞങ്ങളെല്ലാവരും ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു പ്രൊഫസർ പെട്ടെന്ന് എണീറ്റിട്ട് "ഐ നോ കേരള" എന്ന് പറഞ്ഞിട്ട് അവര് അഭിമാനത്തോടു കൂടി എല്ലാവരുടെയും മുമ്പിൽ പറയാണ്, കേരളത്തിലൊരു പദ്ധതിയുണ്ട്, കുടുംബശ്രീ എന്നാണ് പേര്. അത് വനിതകളുടെ ശാക്തീകരണത്തിനുള്ള വലിയൊരു പ്രൊജക്റ്റാണ്. ഏറ്റവും മറ്റെല്ലായിടത്തും നടപ്പിലാക്കാൻ പറ്റുന്ന ഗംഭീര പ്രൊജക്റ്റാണ്. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് എന്ന് എൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞപ്പോൾ ഒരു മലയാളി എന്നുള്ള നിലക്ക്, ഒരു കേരളീയൻ എന്നുള്ള നിലക്ക് മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ഒരു സന്തോഷം തോന്നുക മാത്രമല്ല, വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ ലൈവ് ഭക്ഷണശാലകൾ, കലാപരിപാടികൾ, ചർച്ചകൾ, സെമിനാറുകൾ, കൈമാറ്റ ചന്ത എന്നിവ മേളയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KK ചന്ദ്രദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, CDS ചെയർപേഴ്സൺമാർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. എടപ്പറ്റ പാതിരിക്കോട് സ്വദേശിനി ആത്മഹത്യ ചെയ്ത സംഭവം ദുരൂഹതയെന്ന ബന്ധുക്കൾ. ജനുവരി 5-നാണ് റിംഷാനയെ താമസിക്കുന്ന പെരിന്തൽമണ്ണ വാടക ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനങ്ങൾ വാഗ്ദാനം ചെയ്ത തട്ടിപ്പ്. തൊടുപുഴ സ്വദേശി അനന്തോകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിനിരയായവർ മണ്ണാർക്കാടും ശ്രീകൃഷ്ണപുരത്തും. മണ്ണാർക്കാട് നിന്നും 4-ഉം ശ്രീകൃഷ്ണപുരത്തു നിന്നും 6-ഉം പരാതികളാണ് ലഭിച്ചത്. പാലക്കാട് ജില്ലാ കളക്ടറായി G പ്രിയങ്ക ചുമതലയേറ്റു. വിനോദസഞ്ചാര മേഖലകളിൽ ജില്ലയുടെ വളർച്ചയ്ക്കൊപ്പം പ്രവർത്തിക്കാൻ താൽപ്പര്യപ്പെടുന്നതായി ജില്ലാ കളക്ടർ. പാലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവത്തിന് കൊടിയേറി. ഫെബ്രുവരി 11-നാണ് മഹാരഥോത്സവം. ഒറ്റപ്പാലത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ സംഭവം 55-കാരൻ അറസ്റ്റിൽ. പനമണ്ണ സ്വദേശി ഷാജിയാണ് അറസ്റ്റിലായത്. മണ്ണാർക്കാട് നഗരസഭയിൽ സ്ഥലവും വീടും ഇല്ലാത്ത അതിദരിദ്രർക്ക് സ്ഥലം വാങ്ങാൻ 2,70,000 രൂപ വീതം അനുവദിക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ഇത്തരമൊരു പദ്ധതി നഗരസഭയെ അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കൗൺസിൽ യോഗത്തിൽ രൂക്ഷമായ വിമർശനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.